ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ ചാനലിൽ വന്നുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഇന്നൊരു ഞായറാഴ്ചയാണ്, വിശ്രാമ വർക്കുണ്ട്. ഇന്നലെ ബി ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇന്നലെ ഉറക്കം തീരെ ശരിയായില്ല. ഇന്ന് ഞങ്ങൾ നേരെ വൈകിട്ടാണ്. ബി ഷിഫ്റ്റിൻ്റെ സമയത്ത് രാത്രി സിനിമയൊക്കെ കണ്ടിട്ട് എങ്ങനെ പോയാലും ഒരു 3 മണി 3:30 4 മണിയാവും ഞങ്ങൾ ഉറങ്ങണമെങ്കിൽ. അപ്പം ഇന്ന് എ ഷിഫ്റ്റ് ആയതുകൊണ്ട് 5:30 പോകണോണ്ട് ഞങ്ങൾ ഇന്നലെ നേരത്തെ കിടന്ന് ഉറങ്ങാനൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നുണ്ടാവുന്നില്ല. ഒരു 2 മണിയായി ഉറങ്ങിയപ്പോൾ തന്നെ തീരെ ഉറക്കം വരുന്നുണ്ടാവുന്നില്ല. പിന്നെ ഉറക്കാണ്ട് സെറ്റായിട്ടില്ല. ഏട്ടൻ്റെ അതേപോലെ തന്നെയാണ്. കുറേ ദിവസം നമ്മൾ നേരെ വൈകി ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് നേരത്തെ ഉറങ്ങി നേരത്തെ നീക്കാനുള്ള നടക്കണ കാര്യമല്ലല്ലോ. അപ്പം അതിൻ്റെ ആ ഉറക്കത്തിൻ്റെ ഒരു മുത്തിലിരിക്കാൻ ഞാൻ ഏട്ടൻ പോയി കഴിഞ്ഞാൽ അപ്പം ഞാൻ കിടന്ന് ഉറങ്ങണം. ഏട്ടൻ അവിടെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. എവിടെ ഏട്ടാ ഹായ് പറ. പോണ്ട തിരക്കില്ലാണ് ഗൈസ്. ഞായറാഴ്ച മണിയുണ്ട്. ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോവാട്ടോ. നേരം വെളുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നേരത്തൊക്കെ ചിലപ്പോ വെളിച്ചൊക്കെ വരാറുണ്ട്. ഏട്ടതാ ഷൂവൊക്കെ ഇട്ടിട്ട് പോവാൻ നോക്കാട്ടോ. ഇന്ന് വണ്ടിയായിട്ടാ പോണേ, നേരത്തെ വരാൻ വേണ്ടിയിട്ട്. ഏട്ടൻ പോവാണ് ഗൈസ്. നേരത്തെ വരണേ. അടുത്ത് മെസ്സേജ് അയക്കണം. കൊടുത്തില്ലേ? കാർഡ് എടുത്തില്ലേ? പേന മറക്കർ. കോലം നിട്ടില്ലോ ഒന്നുമില്ല. ഇതാ വരുന്നല്ലോ. അറ്റാ ഗൈസ്, അങ്ങനെ ഏട്ടൻ പോയി. ഞാൻ എന്തായാലും മുറ്റടിച്ച് ചൊരിയിട്ട് കയറാൻ വിചാരിച്ചു. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണ് നീക്കാന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇന്നലെ തീരെ ഞാൻ പറഞ്ഞില്ലേ, തീരെ ഉറങ്ങിയില്ല. 5 മണിയൊക്കെ ആയത് എത്ര പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ 5 മണിയായി. അപ്പം എന്തായാലും ഞാൻ മുറ്റടിച്ച് ചൊരിയിട്ട് കയറട്ടെ കേട്ടോ. കരട് കുറവാണ്. കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഒരു കരട്. പിന്നെ ഞങ്ങളെ കുരങ്ങ ചേട്ടന്മാർ വന്നാലും ചേട്ടന്മാരും ചേച്ചിമാരും വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഈ മരം, ഇതിൻ്റെ പേരെന്തായിരുന്നു? തേക്കല്ലേ? തേക്ക്. ഇതിൻ്റെ മേലെ കയറിയിട്ട് ഇതിൻ്റെ ഇല മൊത്തം പിച്ചിട്ട് താഴത്തിടുള്ള പണി കേട്ടോ. ഇത് എന്താ സംഭവം എന്നറിയില്ല. അവരതിൻ്റെ എന്തോ എന്തോ കഴിക്കുക, അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. ഇവിടെ നിറച്ച ഇതാ കാണുന്ന ആ കൂട്ടിയിട്ടിരിക്കണം മൊത്തം അവർ ഇന്നലെ ഒരു ദിവസം കൊണ്ട് താഴ്ത്തിട്ട സംഭവങ്ങളാട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് നാശാക്കിയിട്ടും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എപ്പോഴാ വരിക എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ മുറ്റടിച്ച് വരട്ടോ. ഗൈസ്, എൻ്റെ അടിച്ചോറിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ നേരം അത്യാവശ്യം വെളുത്തു. എനിക്ക് ഉറക്കം വരിക, എൻ്റെ ഉറക്കം മത്താണ്ട് പോയി. അടിച്ചോരിയിട്ടൊക്കെ ഞാൻ ഇവിടെ കൂട്ടിയില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഹൗസ് ഓണർ വന്ന് മാറും, ഇതും മാറും, അവിടെയും മാറും. ആളും മൊത്തത്തിൽ അടിച്ചോരും കേട്ടോ. എന്തായാലും ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്നാലും എൻ്റെ ഉറക്കമൊക്കെ പോയണ്ട്. അടിച്ചൊക്കെ വാരി കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ ഉറക്കമൊക്കെ പോയണ്ട്. ഏട്ടാ രാവിലെ ഞാൻ ഒരു 5 മണിയൊക്കെ നീറ്റ സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണം, ഇൻട്രോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ എനിക്ക് കോട്ടുമായിട്ടിട്ടും ഉറക്കത്തിൻ്റെ അത് പോവാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് 5:30 വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ ഏട്ടൻ പറയേണ്ടി പോയി കിടന്ന് ഉറങ്ങിക്കൊന്നു. പിന്നെ എന്തായാലും ഞാൻ അടിച്ചിട്ടുണ്ട് കയറാൻ വിചാരിച്ചിട്ട് അവിടെ നിന്നിട്ട്. പിന്നെ ഉറക്കം പോയി. ഇനി അടുത്ത ആഴ്ച ഏട്ടൻ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് അടുത്ത ആഴ്ച ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ആകെ മത്താവും. ഏട്ടൻ വരണം കഴിഞ്ഞ് 3 മണിയാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നീറ്റ് കുറച്ചൊക്കെ വഴികളൊക്കെ ചെയ്താൽ മതിയല്ലോ. എന്തായാലും ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. അപ്പം ഇനി ഉറങ്ങി നീറ്റിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉറക്കം അപ്പോൾ പോയിണ്ടായിരുന്നു. കുറേ നേരം ഫോണിലൊക്കെ കളിച്ച് അങ്ങനെ എപ്പോഴും ഉറങ്ങിപ്പോയതാണ്. പിന്നെ അതപ്പം നീറ്റ് ഇനിയിപ്പോൾ ഏട്ടൻ വരാറാവും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പത്തിന് കുറച്ച് പണിയുണ്ട്. മേലൊക്കെ ഒന്ന് കഴുകണം. തല നനക്കില്ല കേട്ടോ. ഇവിടെ ഞാൻ ആഴ്ചയിൽ 1 വട്ടം 2 വട്ടമേ തല നനയ്ക്കുള്ളൂ. ഇവിടുത്തെ വെള്ളം ഭയങ്കര മോശമാണ്. മുടി നല്ല രീതിയിൽ കൊഴിയുണ്ട്. ഒരു കെട്ട് മുടിയൊക്കെയാണ് ഒരു ദിവസം വരെ. ഞാൻ ചീർപ്പെടുത്ത് നല്ലപോലെ ചീന്താറേ ഇല്ല. അതെങ്ങനെ ഒരു കെട്ടിയൊക്കെയില്ല. അപ്പോൾ മേലെ അതിൻ്റെ മുമ്പ് കുറച്ച് പാത്രം കഴുകുന്നുണ്ട്. ഇന്നലത്തെ പാത്രം ഒന്നും കഴുകിയിട്ടുണ്ടാകുന്നില്ല. അതൊക്കെ കഴുകിയിട്ട് മേലേക്കാൻ പോവാല്ലേ. പാത്രം കഴുകാൻ പോവാം ഗൈസ്. അപ്പം ഇതാണ് ഞങ്ങൾ അടുക്കള.
കണ്ടോ ആ ഗലങ്കോലായിട്ടൊക്കെ എടുക്കണേ. ഇന്നലെ കുക്ക് ചെയ്തിട്ട് പിന്നെ മടിയായിപ്പോയി. ഞാൻ പാത്രമൊന്നും കഴിഞ്ഞിട്ടുണ്ടാകുന്നില്ല. അപ്പം ഞാൻ എന്തായാലും പാത്രമൊക്കെ കഴുകിയിട്ട് അങ്ങോട്ട് മേലേക്കാൻ പോവല്ലേ. അതാകുമ്പോൾ ആ പണി അങ്ങോട്ട് കഴിഞ്ഞു. പാത്രം കഴുകാൻ ഇടയ്ക്ക് ശിശിര വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളോട് അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കുറേ നേരം പോയി. അതിൻ്റെ ഇടയിൽ എൻ്റെ പാത്രം കഴുകലും വീതന തുടക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേന് ഇതാ ഹേട്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. യാറിത് ആരാ ആരോ എന്തത് കരിയൊക്കെ വന്നിക്കണ് ബാക്കിലൊക്കെ. ചളി അത് ഷോൾഡറിന്റെ അവിടെ ഒക്കെ എങ്ങനെ ചളി എട്ടം വന്ന് ഗൈസ് എൻ്റെ മേലേക്കലൊക്കെ കഴിഞ്ഞു. ഏട്ടൻ വന്നപ്പോൾ ഇരുന്ന് വർത്താനം പറഞ്ഞു. കുറേ നേരം അങ്ങനെ വർത്താനം പറഞ്ഞു. പിന്നെ ഏട്ടൻ കിടന്ന് ഉറങ്ങി. ഞാൻ കുറച്ച് നേരം മുകളിലൊക്കെ കളിച്ചിരുന്ന്. അപ്പോൾ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മോട്ടർ ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മോട്ടർ ഇടട്ടെ ഗൈസ്. ഞങ്ങളുടെ ഓണർ ഇവിടെ കേട്ടോ. ഇതെന്താന്ന് ഇവിടെ എന്തോ വിശേഷ ദിവസമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ. മോട്ടർ ഇട്ട് പോവാം. ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ അടിച്ചുവരി കൂട്ടിയിട്ട് ആൾ എടുത്തോണ്ട് പോകുന്നു. ആൾ എടുത്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂട്ടിയതും എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ കുറച്ച് ചെറിയൊരു സ്ഥലമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിൽ അവിടെയൊക്കെ അടിച്ചിട്ട് ആൾ കൊണ്ടുപോകും. ഗൈസ് ഞാനൊന്ന് അകത്തേക്ക് പോയപ്പോൾ ഓണർ ഒന്ന് വിളിച്ചു കേട്ടോ. ഇവിടെ ഒന്ന് അമ്പലത്തിൻ്റെ എന്തോ പരിപാടി. എന്താ സംഭവം എന്നറിയില്ല. ഫുള്ള് തമിഴുള്ളത്. ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ട് നോക്കണം. എന്തോ പിരിവിൻ്റെ എന്തോ ആണെന്നാണ് തോന്നണത്. അമ്പലത്തിൽ പരിപാടി ഉണ്ട്. അപ്പോൾ വരാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി ഗൈസ് ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം വിനായക ചതുർത്ഥീൻ്റെ ഉത്സവമാണ്. അപ്പോൾ അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ എന്തോ സംഭാവനയൊക്കെ സ്വീകരിക്കും അമ്പലത്തിലുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് 7-ാം തീയതി 7/9/24 മലയാള മാസം 22-ന്. ഗൈസ് എന്തായാലും പോകണം. നമ്മളെ വീട്ടിൽ വന്ന് ക്ഷണിച്ചല്ലേ, പോകാതിരിക്കാൻ മോശമല്ലേ. ഞങ്ങളൊന്ന് പുറത്തു പോകണ്. ഞായറാഴ്ച ആയിട്ട് എവിടേക്കും പോയില്ല. ഏട്ടൻ്റെ വർക്കുള്ളതുകൊണ്ട് കുറച്ച് സാധനം മേടിക്കാണ്ട് എനിക്ക് വേണ്ടി ഇറങ്ങാനാണ്. പുറത്ത് പോയിട്ട് വരാം. ഇവിടെ സൂപ്പർ മാർക്കറ്റിലെത്തി. ഇതെവിടേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് വരാം കേട്ടോ. ഓയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ നല്ല വൃത്തിയില്ലല്ലോ. നമ്മളെ മറ്റേ മോറിൽ പോകണങ്ങാട്ടി എളുപ്പം ഇവിടെ പോകില്ലേ. സുഖമുണ്ടോ? അച്ചാറുണ്ടോ? ചെമ്മീനുണ്ടോ? തക്കാളിച്ചാറുണ്ട്. 40 ആവും. അവര് വാങ്ങിക്കോ. നാട്ടത്തെ സാധനമൊക്കെ ഇവിടെ കാണുമ്പോൾ എന്താ പറയുക ഉറവുണ്ടോ? 20. നിറച്ച് ഉണ്ടായിരുന്ന മതിയോ? എന്തിനാ എന്താ എന്തിനാ വാങ്ങിക്കുന്നു? എത്ര രൂപ? നല്ല ഈ ബോട്ടിലിന് എത്ര? 147. ഇത് വാങ്ങണോ? എത്ര നോക്കി? 156 രൂപ. ഒരു സാധനം വാങ്ങുവാന്നല്ലേ. ഇനിയിപ്പോ കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞ് ബക്കറ്റൊക്കെ ഉണ്ടല്ലോ എല്ലാ തരം ബക്കറ്റ്. ബാട്ടി പൈസ ആയിട്ട്
എൻ്റെ കമ്പനി ബിസ്ക്കറ്റ് ഗൈസ്. വീട്ടിലൊരു ലോഡുണ്ട്, ഒരു പെട്ടി നിറച്ചുണ്ട് ബിസ്ക്കറ്റ്. ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഇനി ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ച് വരാച്ചിട്ട് ചെങ്ങൽപ്പാട്ട് പോകാട്ടോ. ഞാൻ പോവാത്തൊരു വഴി കൂടെ ആയിട്ടെന്നെ കൊണ്ടുപോകാട്ടോ. ഇവിടെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാനൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ പറയണേ, ഇതുവരെ എന്നെ കൊണ്ടേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വെറുതെ ഒന്ന് റൗണ്ട് അടിക്കാൻ ഇറങ്ങിയതാണ്. എന്നാലും നല്ല സ്ഥലം, എനിക്ക് നല്ല ഇഷ്ടമായി. ആൾക്കാരും കുറവാണ്, വണ്ടി പിടിക്കണമെങ്കിൽ മലൊക്കെ ഉണ്ടോ, മല നല്ല ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി തോന്നുന്നുണ്ടോ? ഇന്നെന്തോ ഒരു ദിവസമാണല്ലോ. ഞാനറിയില്ല, എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അടിപൊളി. ഇതൊന്നും അമ്പലത്തിലാട്ടോ പരിപാടി. ഇവിടെ തമിഴ്നാട്ടിൽ ഒട്ടുമിക്ക എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു പരിപാടി ഉണ്ടാവും കേട്ടോ അമ്പലത്തിൻ്റെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹിന്ദുസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുന്ന് അക്ക ഒട്ടുമിക്ക ദിവസം എന്താ പറയുക, പറ്റണ പോലെ അമ്പലത്തിൽ പോകാറുണ്ട്. അന്നൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. പിന്നെ വീട്ടിലാണെങ്കിലും ഉച്ചക്കൊക്കെ പൂജ അങ്ങനെയൊക്കെ നടത്താനൊക്കെ കാണാറുണ്ട് കേട്ടോ. ഇവിടെ എത്ര പേര് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം. ഏട്ടൻ ഇവിടെ നിന്നാണ് കാറിൻ്റെ ലൈസൻസ് ഒക്കെ എടുത്തത്. അപ്പോൾ ഇവിടെ ആയിരുന്നു കുറേ ഇതിനെ കൊണ്ടേ കാണിച്ചാലൊക്കെ പറഞ്ഞതാണ്. അടിപൊളി വീഡിയോ, നല്ല ഇഷ്ടമായി. കുറച്ചും കൂടിയും വെളിച്ചുള്ള സമയത്തൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്ത്. ഞങ്ങൾ കുറേ ഇങ്ങോട്ട് പോന്നു. ചേട്ടാ അവിടെയൊക്കെ കാണിച്ചിടാം. ഇഷ്ടമായി സ്ഥലം, അടിപൊളി സ്ഥലം. അമ്മേ, ഇങ്ങനെയും ചെങ്കൽപ്പേട്ട് പോകുമെന്ന് എൻ്റെ ഭർത്താവ് പറയുന്നു. എനിക്കറിയാൻ പാടില്ല. എങ്ങനെയാ റൈറ്റിൽ പോകും. ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ആ ഭാഗം അല്ലേ? ഗൈസ്, ഞങ്ങൾ ചെങ്കൽപ്പേട്ട് എത്തുന്നതിൻ്റെ മുന്നേ കണ്ടതാട്ടോ. ഏതെടുത്താലും 149 രൂപ. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ കേട്ടോ. എന്താ എങ്ങനെയൊന്നും അറിയില്ല, എന്തൊക്കെ സാധനങ്ങളുണ്ടോ എന്ന് അറിയില്ല. കുറച്ച് ദിവസം മുന്നേ അങ്ങനെ ഒരു നോട്ടീസ് ഇവിടെ റോഡ് സൈഡിലൊക്കെ കിടക്കണം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കയറിയപ്പോഴാണ് കണ്ടത്. ഡ്രസ്സ്, പാത്രങ്ങൾ, വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഏട്ടൊരു ചെരുപ്പൊക്കെ നോക്കിയിട്ട് 150 രൂപ ഉള്ളൂ ചെരുപ്പിന്. ഏട്ട എടുക്കുകയും ചെയ്തില്ല, സൈസ് ഭാഗം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാ ഈ പാത്രങ്ങൾക്കൊക്കെ 150 രൂപയായിരുന്നേ. കവറിനുള്ളിൽ അതെടുക്ക, അതിനെക്കാട്ടിയല്ലേ ഇങ്ങനത്തെ അല്ലേ? കൊട്ടകളൊക്കെ 150 രൂപക്ക്. ചേച്ചി 150 രൂപയില്ലേ? ഞങ്ങളൊന്ന് നോക്കാൻ വേണ്ടി കയറിയതാട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ തിരിച്ചു പോണേ. ഏതെടുത്താലും 150 രൂപ. അപ്പം ഞങ്ങൾക്ക് എന്താ പറയാ, മേടിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഗൈസ്, ഞാൻ വീട്ടിലെത്തി. ഏട്ടൻ ചിക്കൻ മേടിക്കാൻ പോയിക്കാൻ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാട്ടോ. നല്ല നേരം വൈകി വരുന്ന എനിക്ക് കണ്ടപ്പോൾ ജസ്റ്റ് കയറിയതേ ഉള്ളൂ. പക്ഷേ കയ്യിലത്തെ പൈസയും കഴിഞ്ഞ് സാധനം കുറച്ച് മേടിച്ചു. സാധനമൊക്കെ എന്താ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ, എന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ചോറും കറിക്കായി. നമ്മൾ നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കിയത്. നെയ്ച്ചോറും കച്ചമ്പർ ചിക്കൻ കറി. ഇത് കഴിക്കട്ടെ കേട്ടോ.
അപ്പോൾ ചോറുന്നലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ വെറുതെ അങ്ങനെ കുറച്ച് നേരം മുറ്റത്ത് നടക്കാൻ വേണ്ടിയിട്ടിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഒരു ഡെയിലി വ്ളോഗ് ചെന്നൈത്തെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനലിലെ കൂടുതൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.